ഗുഡ് മോർണിംഗ് ഹോളി സ്പിരിറ്റ് ഭാഗം 27. ആകാശത്തിലെ സൂര്യനെ പോലെ. തിരുവചനത്തിന് വിരുദ്ധമായി ദൈവിക തൃത്വത്തെ പരിമിതപ്പെടുത്തുവാനോ വിഭജിക്കുവാനോ വളരെ എളുപ്പമാണ്. ശിശുപ്രായരായ ചില വിശ്വാസികൾ ദൈവം ഒരേ സമയം ഏകമായും മൂന്നായും എങ്ങനെയാണ് ഇരിക്കുന്നത് എന്ന് ചോദിക്കാറുണ്ട്. ദൈവം ഏകൻ തന്നെ, എന്നാൽ മൂന്ന് വ്യക്തിത്വങ്ങൾ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നീ പേരുകളിൽ ദൈവത്തിൽ അടങ്ങിയിരിക്കുന്നു. ഈ ഗ്രന്ഥം പരിശുദ്ധാത്മാവ് എന്ന വിഷയത്തെ കേന്ദ്രീകരിച്ചുള്ളതാകയാൽ തൃത്വം എന്ന സത്യത്തെ തെളിവാക്കുവാൻ അത് വിശദമാക്കാം. ദൈവം ആകാശത്തിലെ സൂര്യനെ പോലെയാണ്. അതിന്റെ പ്രഭയിലേക്ക് നിങ്ങൾ നോക്കിയാൽ ഒരു സൂര്യനെയാണ് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്നാൽ തൃത്വഗുണമുള്ള ഒരു സൂര്യനാണ് നമ്മുടെ ഗ്രഹത്തെ ജീവസുറ്റതാക്കുന്നത്. വ്യത്യസ്തങ്ങളായ മൂന്ന് മൂലകങ്ങൾ: സൂര്യൻ, വെളിച്ചം, ചൂട്. ദൈവിക തൃത്വവും അങ്ങനെ തന്നെയാണ്. പിതാവ് മുഴു സൂര്യനെ പോലെയും യേശുവാണ് പ്രകാശം അഥവാ വെളിച്ചം. നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന ചൂട് പരിശുദ്ധാത്മാവ് തന്നെ. പിതാവിന്റെ സന്നിധിയിൽ നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് എന്തനുഭവപ്പെടുന്നു? ചൂട്, ഊർജം, പരിശുദ്ധാത്മശക്തി. പിതാവിന്റെ മുഖത്തേക്ക് നിങ്ങൾ നോക്കിയാൽ ആരെയാണ് നിങ്ങൾ കാണുന്നത്? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്നാണല്ലോ യേശു ഫിലിപ്പോസിനോട് പറഞ്ഞത്. യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം 9. സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുമ്പോൾ അത്ഭുതപ്പെടാറുണ്ട്. ദൈവിക തൃത്വം അവിടെ കാണും. പിതാവിന്റെ മുമ്പിൽ ഞാൻ നിൽക്കുമ്പോൾ മൂന്നും എനിക്ക് കാണുവാനിടയാകും: ആത്മാവും പുത്രനും പിതാവും. ദൈവത്തെ കണ്ടാൽ എങ്ങനെയിരിക്കും? പിതാവിനെ കുറിച്ച് വിശദമായി പറയുന്ന ഒരു ഭാഗവും ബൈബിളിലില്ല. സ്തേഫാനോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കിയപ്പോൾ ദൈവമഹത്വവും ദൈവത്തിന്റെ വലത്തുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. അപ്പോസ്തല പ്രവൃത്തികൾ 7 അധ്യായം 55. സ്തേഫാനോസ് യേശുവിനെ സുവ്യക്തമായി കണ്ടു. എന്നാൽ അവൻ പിതാവിനെ നോക്കിയപ്പോൾ അവനെ വലയം ചെയ്തിരിക്കുന്ന തേജസ് മാത്രമാണ് കാണുവാൻ കഴിഞ്ഞത്. അതെ, ദൈവത്തിനൊരു രൂപമുണ്ട്, എന്നാൽ അതെങ്ങനെയുള്ളതെന്ന് ഒരു മനുഷ്യനും അറിവില്ല. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2 അധ്യായം 6. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല എന്നാണ് വചനം പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 1 അധ്യായം 18. എന്നാൽ വെളിപ്പെടുത്തുവാൻ പുത്രൻ കടന്നു വന്നു. യേശു പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചു പഠിച്ചാൽ പരിശുദ്ധാത്മാവ് ദൈവിക തൃത്വത്തിൽ എങ്ങനെ ഒരു ഘടകമായിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഞാൻ മുഖാന്തിരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല എന്ന് യേശു പറഞ്ഞല്ലോ. യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം 6. എന്നാൽ ക്രിസ്തുവിലേക്ക് നമ്മെ അടുപ്പിക്കുന്നത് ആത്മാവാണെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ, ദൈവിക തൃത്വത്തെ നിങ്ങൾക്ക് വേണമെങ്കിൽ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിലേ സാധ്യമാകൂ. മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ, ദൈവിക തൃത്വത്തെ നിങ്ങൾക്ക് വേണമെങ്കിൽ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിലേ സാധ്യമാകൂ. പരിശുദ്ധാത്മാവിനെ നിങ്ങൾ സ്വീകരിക്കുമ്പോൾ പിതാവിനെയും സ്വീകരിക്കുന്നു. യേശുവിനോടുള്ള തുല്യത പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയ ദിവസം എനിക്ക് അവിസ്മരണീയമാണ്. അവൻ കർത്താവ് എന്ന് വിളിക്കപ്പെട്ടിരിക്കുന്ന ഭാഗം തിരുവചനത്തിൽ എനിക്ക് കാണിച്ചു തന്നു. കർത്താവ് ആത്മാവാകുന്നു. കർത്താവിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. 2 കൊരിന്ത്യർ 3 അധ്യായം 17. യേശുവിനെ കർത്താവെന്ന് നാം ഏറ്റു പറയാറുണ്ട്. പരിശുദ്ധാത്മാവും അങ്ങനെ കർത്താവ് തന്നെ. അവൻ യേശുവിന്റെ ആത്മാവാകുന്നു. പരിശുദ്ധാത്മാവ് സർവ്വവ്യാപിയാകുന്നു. എന്നാൽ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ആത്മാവിലുള്ള സ്വാതന്ത്ര്യം സർവ്വസാധാരണമായി കാണുന്നില്ല. ചില സഭകൾ സ്തുതിയുടെ മന്ദിരമായി കാണപ്പെടേണ്ടതിന് പകരം വൈരം നിറഞ്ഞ തടവറകളായി മാറുന്നു. ആ സഭകളിൽ പരിശുദ്ധാത്മാവിനെ കർത്താവായി കാണാത്തത് തന്നെ അതിനു കാരണം. ആത്മാവ് കർത്താവാണെന്ന പരമാർത്ഥം ഒരു കാലത്തും വിസ്മരിക്കരുത്. അടുത്ത വാക്യത്തിൽ പൗലോസ് പറയുന്നത്, എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. അടുത്തതായി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് തൃത്വം എന്നത് ദൈവ തേജസ്സാകുന്നു എന്നത്രേ. പിതാവായ ദൈവം ദൈവത്തിന്റെ തേജസ്സാണ്. പുത്രനാൻ ദൈവം ദൈവത്തിന്റെ തേജസ്സാണ്. പരിശുദ്ധാത്മാവാം ദൈവം ദൈവത്തിന്റെ തേജസ്സാണ്. എന്നാൽ തേജസ് വെളിപ്പെടുത്തുന്നത് ആരാണ്? അത് പരിശുദ്ധാത്മാവാണ്. അത് അവന്റെ ശുശ്രൂഷയാണ്. മറ്റൊരു ചോദ്യം ഞാൻ ചോദിക്കാം. നിങ്ങളുടെ പാപത്തിൽ നിന്ന് നിങ്ങൾ രക്ഷിക്കപ്പെട്ടു എന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങൾക്കത് എങ്ങനെ അറിയാം? സ്വർഗത്തിൽ നിന്നും ഒരു വിണ്മയ ശബ്ദം നിങ്ങൾ കേട്ടോ?
ഒരു ഭൗതിക ശരീരത്തിൽ യേശു പ്രത്യക്ഷനായി നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുവോ? ആത്മീകരണത്തിൽ നിന്നും എങ്ങനെ ജീവനിൽ കടന്നിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അത് ആത്മാവാണ് നിങ്ങളോട് പറഞ്ഞതെന്ന് നിങ്ങൾക്കറിയാമല്ലോ. വേണ്ടി വന്നാൽ മരിക്കുവാൻ പോലും നിങ്ങൾ തയ്യാറാകത്തക്കവണ്ണം നിങ്ങൾക്ക് ആ വസ്തുത അറിയാം. എന്തുകൊണ്ടെന്നാൽ പരിശുദ്ധാത്മാവ് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളത്തോട് സംസാരിക്കുന്നു. നിങ്ങളുടെ രക്തത്തിലും മജ്ജയിലും അത് വ്യാപരിക്കുന്നു. അതുപോലെ തന്നെ യേശു ജീവിക്കുന്നുവെന്ന് നാം അറിയുന്നു. നാം അവന്റെ മുഖം കണ്ടതുകൊണ്ടല്ല, എന്നാൽ അവൻ ജീവിക്കുന്നു എന്ന് ആത്മാവിനാൽ നാം അറിയുന്നു. ആ ആത്മാവാണ് തൃത്വത്തിലെ മൂന്നാമനായ പരിശുദ്ധാത്മാവ്. ബെന്നി, നിങ്ങൾ രക്ഷിക്കപ്പെട്ടുവെന്ന് എങ്ങനെ തീർച്ചയായും പറയുവാൻ സാധിക്കും? അടുത്ത കാലത്ത് എന്നോടൊരുവൻ ചോദിച്ച ചോദ്യമാണിത്. എനിക്കറിയാം എന്ന് മാത്രമേ എനിക്ക് മറുപടി പറയുവാൻ കഴിഞ്ഞുള്ളൂ. അതാണ് പരിശുദ്ധാത്മാവ് നൽകിത്തരുന്ന ബലവും ഉറപ്പും. പരിശുദ്ധാത്മാവ് നിങ്ങൾ കേൾക്കുന്ന ശബ്ദം മാത്രമല്ല, നിങ്ങൾ അനുഭവിക്കുന്ന ശക്തിയുമാണ്. ഞാൻ യഹോവയുടെ ആത്മാവിനാൽ ശക്തിയും ന്യായവും വീര്യവും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്നാണല്ലോ മീഖാ പ്രവാചകന്റെ പ്രഖ്യാപനം. ദൈവിക തൃത്വത്തിലെ ശക്തിയാണ് പരിശുദ്ധാത്മാവ്. യേശുവിന്റെ ജനനത്തോടുള്ള ബന്ധത്തിൽ ദൈവദൂതൻ മറിയയോട് പറഞ്ഞതും അതുതന്നെയാണല്ലോ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. അത്യുന്നതമായ ശക്തി പരിശുദ്ധാത്മാവ് തന്നെ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ പരിപാലകനുമാണ്. ഉദാഹരണമായി, പിശാചിൽ നിന്ന് നിങ്ങളെ സൂക്ഷിക്കുന്നത് ആരാണെന്നാണ് നിങ്ങളുടെ വിചാരം? അത് പരിശുദ്ധാത്മാവ് തന്നെ. ശത്രു പ്രളയം പോലെ നിന്റെ നേരെ വരുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നിനക്കൊരു പരിചയമായിരിക്കും. സുപരിചിതമായ ഈ വാക്യം വായിക്കുമ്പോൾ ശത്രു നമ്മുടെ നേരെ വരുന്നത് പ്രളയം പോലെയാണെന്ന് മനസ്സിലാക്കുവാൻ പ്രയാസമില്ലല്ലോ. എന്നാൽ ഇവിടെ ഒരു നല്ല വാർത്ത എനിക്ക് പറയുവാനുണ്ട്. പ്രളയമായി വരുന്നത് ശത്രുവല്ല, പരിശുദ്ധാത്മാവാണ്. എബ്രായ ഭാഷയിൽ അർത്ഥവിരാമമില്ല. എന്നാൽ കിങ് ജെയിംസ് പരിഭാഷകാരൻ പ്രളയം എന്ന വാക്കിന് പിന്നാലെ ഒരു അർദ്ധവിരാമം ഇട്ടിരിക്കുന്നു. അങ്ങനെ ശത്രു യഥാർത്ഥത്തിലുള്ളതിനേക്കാൾ അധികം ശക്തനായി ചിത്രീകരിക്കപ്പെട്ടു. എന്നാൽ യഥാർത്ഥത്തിൽ അതിങ്ങനെയാണ്: ശത്രു വരുമ്പോൾ ആത്മാവ് പ്രളയം പോലെ അവനെതിരായി വരുന്നു.